നമസ്കാരം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുമ്പോഴും ഗാസയിൽ അവിടെ അൽഷിഫ ആശുപത്രിയിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനികരും ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുക തന്നെയാണ്. ഏതാണ്ട് 500ഓളം ഹമാസ് തീവ്രവാദികളെയാണ് ഈ ആശുപത്രിക്കുള്ളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ പിടികൂടിയത്. ഏതാണ്ട് 800ഓളം പേരെ പിടികൂടിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇതിൽ 500 പേർ ഹമാസ് ബന്ധമുണ്ട് എന്ന കാര്യം വ്യക്തമായത്. ബാക്കി 300 പേരെ വിട്ടയക്കുകയായിരുന്നു. മാത്രവുമല്ല, ഹമാസ് തീവ്രവാദികൾ ഈ ആശുപത്രികളിൽ ചെയ്തത് ആരെയും നടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ അത്യാഹിത വിഭാഗം, പ്രസവ വാർഡ്, അതുപോലെ പൊള്ളലേറ്റ രോഗികളെ കിടത്തിയിരിക്കുന്ന സ്ഥലം തുടങ്ങിയ ആശുപത്രിയിലെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഇവർ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് പെട്ടെന്ന് തിരിച്ചടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിലാണ് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ ആദ്യം അമ്പരപ്പിച്ചിരുന്നു. എങ്കിൽ പോലും പിന്നീട് അവർ ആശുപത്രിയിലേക്ക് കടന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. അതിനിടയിൽ ഹമാസ് നിരന്തരമായി ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹമാസ് തീവ്രവാദികൾ പറയുന്നത് ഇസ്രായേൽ സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ച് ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസുകൾ മുഴുവൻ തകർത്തു, ആശുപത്രി കെട്ടിടങ്ങൾ തകർത്തു എന്നൊക്കെയാണ്. എന്നാൽ ഇസ്രായേൽ ആരോപിക്കുന്നതാകട്ടെ ആശുപത്രിയുടെ അൽഷിഫ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ഇവർ ഇപ്പോൾ അവരുടെ കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഹമാസ് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും എന്നിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നുമാണ് മറ്റൊരു ആരോപണം. അപ്പോൾ ഏതായാലും ഇവിടെ നിരന്തരമായ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസ് തീവ്രവാദികൾ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചിരുന്നത് ഈ അൽഷിഫ ആശുപത്രി തന്നെയാണ്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അൽഷിഫ ആശുപത്രി. മാത്രവുമല്ല, ഇവിടുത്തെ രോഗികളായി ഇവർ ഹമാസ് തീവ്രവാദികളെ തന്നെയാണ് എത്തിച്ചിരുന്നത്. ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുവന്ന പലരെയും ഈ ആശുപത്രികളിലാണ് ഇവർ ബന്ദികളാക്കിയിരുന്നത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ മുറികളിൽ നിന്ന് വൻതോതിൽ ആയുധശേഖരം കണ്ടെത്തി. പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ യുദ്ധ നിയമങ്ങളനുസരിച്ച് ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് ഇസ്രായേലിന് നേരെ വിമർശനം ഉന്നയിച്ചിരുന്നത്. എന്നാൽ യുദ്ധ നിയമങ്ങളനുസരിച്ച് ഒരു ആശുപത്രി സൈനിക ആവശ്യത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് സൈനിക നടപടികൾക്കായി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആശുപത്രിക്ക് ആശുപത്രി എന്നുള്ള പദവി നഷ്ടപ്പെടും എന്ന ആ നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇത്തരം ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്നത്. ഇതിപ്പോൾ ഒരു ആശുപത്രിയല്ല, തീവ്രവാദികളുടെ കേന്ദ്രമാണ് എന്ന ആ ഒരു നിയമം അനുസരിച്ചാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറി ഹമാസ് തീവ്രവാദികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ, അതായത് ഇത്തരം വാർഡുകളിൽ നിന്നുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ സൈന്യത്തിന് നേർക്ക് വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഹമാസ് ആരോപിക്കുന്നതാകട്ടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഈ ആശുപത്രിയിലെ 13ഓളം രോഗികൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഇവർക്ക് മരുന്ന് നൽകാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ലെന്നും വെന്റിലേറ്ററുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായുമെല്ലാമാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് പിടികൂടിയ ഹമാസിൻ്റെ നേതാക്കൾ പലരും അവരുടെ മുതിർന്ന നേതാക്കളാണ് എന്നുള്ളതാണ്. ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇവരൊക്കെ ആരാണ് എന്നുള്ളത് കാര്യം വ്യക്തമായത്. അതേസമയം ഗാസയിൽ തന്നെയുള്ള ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാഹ്യ സിൻവറിനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ളത് അറിയാൻ ഇസ്രായേൽ സൈന്യം സർവ്വശക്തി ഉപയോഗിച്ചപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സുരക്ഷാ സംവിധാനങ്ങളും ചാര സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സമാധാന ചർച്ചകൾക്കിടയിൽ എങ്ങനെയാണ് തങ്ങളെടുത്ത തീരുമാനങ്ങൾ ഹമാസിനെ കൊണ്ട് ഗാസയിൽ നടപ്പിലാക്കിക്കുക എന്നുള്ളത് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഗാസയിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ഇല്ല. അവരുമായി കാര്യങ്ങൾ അറിയിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന തടസ്സങ്ങളിൽ ഒന്ന്.